കോഴിക്കോട് കൊടുവള്ളിയിൽ +1 വിദ്യാർത്ഥികൾക്ക് റാഗിങ്ങിനിടെ ക്രൂരമർദ്ദനം. കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ 3 പേർക്കാണ് +2 വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. ഒരാളുടെ കൈ ഒടിഞ്ഞു, ഒരാളുടെ ദേഹത്ത് കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിച്ചു. സിദ്ദിഖ് പന്നൂർ ചേർന്നു വിവരങ്ങളുമായി. സിദ്ദിഖ്, ഇത് റാഗിങ്ങിന്റെ പേരിൽ നടന്ന മർദ്ദനമാണോ? ടോം, തീർച്ചയായും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ, അതായത് ഈ അധ്യയന വർഷം ആരംഭിച്ച ഈ സമയം മുതൽ തന്നെ ഇവിടെ +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും തമ്മിൽ ചെറിയ രീതിയിലുള്ള കയ്യാങ്കളിയും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നു. ആദ്യമായിട്ട് ഒരു ദിവസം ഏതാനും വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റു. ഈ വിഷയത്തിൽ 5 പേരെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ഏകദേശം 30ഓളം പേർ ചേർന്ന് ഇന്നലെ ക്ലാസ് മുറിയിലേക്ക് ഇരച്ചു കയറി വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഇതിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം +1 വിദ്യാർത്ഥികൾ സ്കൂളിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഇത് +1 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല, അതേപോലെ ഇടവേള സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പാടില്ല തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മർദ്ദിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നേരത്തെ 5 പേരെ സസ്പെൻഡ് ചെയ്തതിന് പുറമെ ഈ പുതിയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് 2 പേരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ വിദ്യാർത്ഥികളുടെ പരാതിയിൽ 4 വിദ്യാർത്ഥികൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ പരാതിയിൽ കൊടുവള്ളി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതിൽ ഇനി ആന്റി റാഗിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഈ വിഷയത്തിൽ ഇന്ന് സ്കൂളിൽ ഇപ്പോൾ ഈ സമയത്ത് ആന്റി റാഗിംഗ് കമ്മിറ്റി യോഗം ചേർന്നിരിക്കുകയാണ്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൂടെ പോലീസ് സ്റ്റേഷന് കൈമാറുന്നതോടുകൂടി ആന്റി റാഗിംഗ് നിയമപ്രകാരമുള്ള റാഗിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൂടെ ഈ വിഷയത്തിൽ ചേർക്കുമെന്നാണ് അറിയുന്നത്. ഏതായിരുന്നാലും കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ടോം, സിദ്ദിഖ്, ഇത് എത്ര ഇപ്പൊ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? എത്ര വിദ്യാർത്ഥികൾക്കെതിരെയാണ് പരാതി ഉയർന്നത്? ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നും അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ടോ ഈ വിദ്യാർത്ഥികൾക്കെതിരെ? അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. 2 പേരെ ഇപ്പോൾ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക്, അതായത് ഈ കുട്ടികൾക്ക് എല്ലാവരെയും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയാനുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. ഇവരെ തിരിച്ചറിയുന്ന മുറക്ക് മറ്റുള്ള ആളുകളുടെ പേരുകൾ കൂടി കേസിലേക്ക് ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. ഏതായിരുന്നാലും ആന്റി റാഗിംഗ് കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ വിഷയത്തിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നും കർശന നടപടി തന്നെ ഉണ്ടാകും. പക്ഷേ ഇത് വർഷങ്ങളായി ഇങ്ങനെ ഒരു പ്രവണത നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള വിദ്യാർത്ഥികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്കും ഇത്തരത്തിൽ അക്രമം ഏറ്റിട്ടുണ്ട് എന്ന് അധ്യാപകർ പറയുന്നു. അതായത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ആരും പ്രതികരിക്കാനോ മറ്റോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പ്രതികാരമായിട്ട് ഞങ്ങൾ ചെയ്തു എന്ന രീതിയിൽ വിദ്യാർത്ഥികൾ പറയുന്നു എന്നാണ് അധ്യാപകർ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ വിഷയത്തിലും അധ്യാപകർ പറയുന്നത് ഇവരുടെ പരാതി പോലീസിന് കൈമാറി. എന്നാൽ പോലീസിന് പരാതി കൈമാറിയ ശേഷം പിന്നീട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തമ്മിൽ സംസാരിക്കുകയും ഇവർ മധ്യസ്ഥതയിലാവും ചെയ്യുന്നതോടെ നിയമ നടപടി ഒഴിവാക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ നിയമ നടപടി ഒഴിവാക്കി കൊടുക്കുന്നതിന് അധ്യാപകർക്ക് മറ്റു പങ്കുകളില്ല. എന്നാൽ തന്നെ വിദ്യാർത്ഥികൾ ഇത് ഉൾക്കൊള്ളാതെ വീണ്ടും ഇവർ അതൊരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. ഈ സീനിയർ വിദ്യാർത്ഥികളുടെ ഇത്തരം വാദങ്ങളെ തങ്ങൾ +1 സമയത്ത് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു, അതുകൊണ്ട് ഞങ്ങൾ സീനിയറായി കഴിഞ്ഞപ്പോൾ ജൂനിയർ വിദ്യാർത്ഥികളെ +1 വിദ്യാർത്ഥികളെ ഞങ്ങൾ മർദ്ദിക്കും എന്ന രീതിയിലുള്ള വാദം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള സംഭവങ്ങൾ അടിക്കടി ഇതേ സ്കൂളിൽ തന്നെ ഉണ്ടാകുമ്പോൾ, റാഗിംഗ് ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു കർശനമായ നടപടി ഈ സ്കൂൾ അധികൃതർ സ്വീകരിക്കാത്തത്? ടോം, ഈ വിഷയത്തിൽ അധ്യാപകർ പറയുന്നത് അധ്യാപകർക്ക് ചില പരിമിതികളുണ്ട്. കാരണം ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾ പരാതി നൽകിയാൽ അത് സ്കൂളിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുക എന്നതാണ് അധ്യാപകർക്ക് ചെയ്യാവുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക പോലത്തെ കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ പല നടപടികളും സ്വീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി എത്തുന്നതോടെ 2 വിഭാഗത്തിന്റെയും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഈ വിഷയത്തിൽ മധ്യസ്ഥതയിൽ എത്തുകയും ഈ തുടർ നടപടികൾ വേണ്ട എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപകർ ഈ വിഷയത്തിൽ നിസ്സഹായരാണ് എന്നാണ് അധ്യാപകർ പറയുന്നത്. രക്ഷിതാക്കളും അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നും കർശന നടപടി ഉണ്ടാവുക എന്നത് മാത്രമേ ഇതിൽ ചെയ്യാൻ കഴിയുള്ളൂ എന്നുമാണ് അധ്യാപകർ പറയുന്നത്. കേട്ടോ, സിദ്ദിഖ് പന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊടുവള്ളിയിലെ +1 വിദ്യാർത്ഥികൾക്കാണ് റാഗിങ്ങിനിടെ ക്രൂര മർദ്ദനമേറ്റത്. 3 പേർക്ക് +2 വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റു. 2 പേർക്കെതിരെ ഇപ്പോൾ 2 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ
സ്കൂൾ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 2 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ശക്തമായ നടപടി ഉണ്ടാകേണ്ടതാണ്.